ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ പാഠമായിട്ടാണ് വരുന്നത്. 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠം, മാത്സിലെ രണ്ടാമത്തെ പാഠം സർക്കിൾസ്, വൃത്തങ്ങൾ. താരതമ്യേന അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുള്ള പാഠമാണ്. എല്ലാവർക്കും തന്നെ അത്യാവശ്യം മാർക്കുകളൊക്കെ മേടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാനുണ്ടാവും, ചില കണ്ടീഷൻസൊക്കെ. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി വെച്ചാൽ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് കണക്ക് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് പോയാലോ? വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പാഠങ്ങൾ എടുക്കാം കേട്ടോ. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് നമ്മുടെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ വൈസിൽ നിങ്ങൾക്ക് വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, കളക്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ പാഠത്തിനകത്ത് കൺസ്ട്രക്ഷൻ, നിർമ്മിതികൾ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിനും അതേപോലെ ഓണപരീക്ഷയ്ക്കൊക്കെ നിർബന്ധമായിട്ടും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എല്ലാവർക്കും വരച്ച് മാർക്ക് മേടിക്കാം സിമ്പിളായിട്ട്. ആ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയാലോ? നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് തന്നെ പോകാം അല്ലേ. സർക്കിൾ. അപ്പോൾ ഒരു കോമ്പസും അതുപോലെ തന്നെ പെൻസിലൊക്കെ ആയിട്ടൊന്ന് റെഡി ആയിട്ടിരുന്നോളാം. കാരണം പാഠത്തിൻ്റെ പേര് സർക്കിൾ എന്നാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ സർക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യും, വരയ്ക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു സർക്കിൾ കിടപ്പുണ്ട്. ഒരു സർക്കിൾ. ഈ സർക്കിളിൻ്റെ നടുക്കൂടി സാർ ഒരു വര വരച്ചിട്ടുണ്ട് കണ്ടോ. ഈ വരയ്ക്ക് എന്താ പേര് പറയുക? ഡയമീറ്റർ എന്ന് പറയും അല്ലേ. ഡയമീറ്റർ എന്താ ഇതിന് പറയുന്ന പേര്? ഡയമീറ്റർ അല്ലെങ്കിൽ നമ്മളെന്താ വിളിക്കുക, മലയാളത്തിൽ എന്താ പറയുക, വ്യാസം എന്ന് പറയും. വ്യാസം, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വ്യാസം ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഒരു വൃത്തത്തിൽ ഡയമീറ്റർ വരയ്ക്കുമ്പോൾ, വ്യാസം വരയ്ക്കുമ്പോൾ എന്താണ് വൃത്തത്തിന് സംഭവിക്കുക? ഒന്ന് പറഞ്ഞ്, എന്താ സംഭവിക്കുക? അത് രണ്ട് കഷ്ണങ്ങളാവും അല്ലേ, രണ്ട് ഈക്വൽ പീസുകളാവും അല്ലേ. മേളിലൊരു കഷ്ണം, അതെ ഈ മേളിൽ ഇതാ ഇവിടെ ഒരു കഷ്ണമായി, അതേപോലെ തന്നെ താഴെയും ഒരു കഷ്ണമായി അല്ലേ, രണ്ട് പീസുകളായി അല്ലേ. എന്താണ് ഇതിന് പറയുക എന്ന് പറഞ്ഞാൽ? അർദ്ധവൃത്തങ്ങൾ. ഓക്കെ, അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ സെമി സർക്കിൾ. സർക്കിളിൻ്റെ പകുതി, വൃത്തത്തിൻ്റെ പകുതി, രണ്ട് സെമി സർക്കിളാണ്. നമ്മൾ ഒരു ഡയമീറ്റർ വരച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? രണ്ട് സെമി സർക്കിളുകൾ, അർദ്ധവൃത്തങ്ങൾ ഉണ്ടാകും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന നിലയിൽ നമ്മുടെ ചിന്തയിൽ ആദ്യം വരേണ്ട സാധനം കേട്ടോ. പരീക്ഷ പേപ്പറിലൊക്കെ നമ്മളൊരു സർക്കിൾ കണ്ടു, അതിനകത്ത് ഡയമീറ്റർ കണ്ടു. അങ്ങനെയെങ്കിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ മാത്രം കേട്ടോ എന്ത് ചിന്തിക്കണം? അത് രണ്ട് സെമി സർക്കിളായിട്ടുണ്ട്, അർദ്ധവൃത്തങ്ങളായിട്ടുണ്ട് എന്നെന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ചിന്തിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ വ്യാസം ഡയമീറ്റർ വരച്ച് എന്ത് സംഭവിക്കും? രണ്ട് സെമി സർക്കിളുകളാവും. ഇനി നോക്കാം, ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഞാൻ എ എന്നും ബി എന്നും പേര് കൊടുക്കുകയാണ്. എന്താണ്? ആ ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റത്തിന് ഞാൻ എന്ത് കൊടുത്തു? എ എന്നും ബി എന്നും പേര് കൊടുത്തു. ഇനി നോക്കണേ, ഞാനിവിടെ ഒരു പോയിൻ്റ് ഇട്ടു കേട്ടോ, പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇട്ടു. കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ദെൻ ഞാൻ ഡയമീറ്ററിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഡയമീറ്ററിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തു നിന്നും കൂടി ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി? എ പി ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോണ് കിട്ടിയല്ലോ. ഈ കോണിൻ്റെ പ്രത്യേകതയുണ്ട്. ആ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അതായത് അർദ്ധവൃത്തത്തിലെ കോണ് മട്ടമായിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. റൈറ്റ് മീൻസ് 90 ഡിഗ്രി. മട്ടകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയുള്ള കോണിനെയാണ് മട്ടകോണ് എന്ന് പറയുന്നത്. നോക്ക്, ഈ ഒരു കോണ് മാത്രമാണോ 90 ഡിഗ്രി? ഞാനിവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ഇട്ടേ, ക്യൂ എന്ന പോയിൻ്റ് ഇട്ടു. ഞാൻ ഡയമീറ്ററിൻ്റെ അറ്റത്തു വരയ്ക്കുന്നത് കണ്ടോ. ഇങ്ങോട്ട് വരച്ചു, ഞാൻ ബിയിലേക്ക് വരച്ചു. അങ്ങനെയെങ്കിൽ ഈ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ മറ്റൊരു പോയിൻ്റ് എടുത്ത് ഇവിടെ ഞാൻ വേറൊരു കളറിൽ പോയിൻ്റ് ഇടാം. PQR എന്ന് എഴുതി. ഞാൻ എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, ഞാൻ ബിയിലേക്ക് വരച്ചു. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ മറ്റൊരു പോയിൻ്റ് വരച്ചോട്ടെ, മറ്റൊരു പോയിൻ്റ് വരയ്ക്കാം. വേറൊരു കളറിൽ നമുക്ക് വരച്ചാൽ പച്ച കളറിൽ വരയ്ക്കാം. ഇതാ ഞാനിവിടെ ഒരു പോയിൻ്റ് ഇട്ടു, PQRS എന്ന് വേണമെങ്കിൽ ഇട്ടേക്കാം. ഞാൻ എയിലേക്ക് വരച്ചു,
ദെൻ ഞാൻ തിരിച്ച് എന്തോട്ട് വരച്ചു, ബിയിലേക്ക് വരച്ചു. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. ഓക്കെ, എന്തായാലും പഠിച്ചു വയ്ക്കണം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. എത്ര വേണമെങ്കിലും വരയ്ക്കാട്ടെ, എത്ര വേണമെങ്കിലും വരയ്ക്കാം. ഞാനിതാ ഇവിടെ ഒരു ഡയമീറ്റർ വരയ്ക്കട്ടെ. ഇതാ ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങോട്ടേക്ക് വരച്ചു, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, 90 ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, 90 ഡിഗ്രി ആയിരിക്കും. ഇനി താഴെ വരച്ചാലോ? താഴെയാണെങ്കിൽ ഇതാ ഇവിടെ പോയിന്റ് ഇട്ടെന്ന് വിചാരിച്ചോ. ഇതാ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഇവിടെ വരച്ചു, ഇങ്ങോട്ട് വരച്ചു, എത്രയാണ്? 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് സെമി സർക്കിളിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പഠിച്ചില്ലേ? കൃത്യമായിട്ട് പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 42. ഓക്കെ, 42-ൽ ഒന്നാമത്തെ ചോദ്യമാണ്. ചോദ്യം ഒന്ന് നോക്ക്. സപ്പോസ് വി draw a circle with the bottom side of the triangle in the picture as a diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. അതായത് ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ വശങ്ങൾ, മേൽമൂലകൾ വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓണപരീക്ഷയ്ക്കൊക്കെ, ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്കൊക്കെ മിക്കവാറും തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്ക്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ചിത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മക്കൾ വരയ്ക്കണം. ഓക്കെ, വൃത്തിയായിട്ട് വരയ്ക്കണം. വരച്ചിട്ടോ? പേര് തന്നിട്ടുണ്ടോ നോക്കുക. പേര് തന്നിട്ടില്ലെങ്കിൽ അതിന് പേര് കൊടുക്കണം. നമ്മുടെ ഈ ചിത്രത്തിനകത്ത് പേരുണ്ടോ? പേരില്ല അല്ലേ? അപ്പം നമുക്ക് പേര് കൊടുക്കാം. ഇഷ്ടം പോലെ പേര് കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കട്ടെ, എ കൊടുക്കട്ടെ. എ, ബി, ഇത് ഞാൻ സി എന്ന് പേര് കൊടുക്കുകയാണ്. ഇതിന് ഡി എന്ന് കൊടുക്കുകയാണ്. ഇതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഇ എന്ന പേര് കൊടുക്കുകയാണ്. കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എ ബി സി ഡി ഇ എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എ ബി ഉണ്ടല്ലോ, എ ബി എന്ന് പറയുന്ന നമ്മുടെ എ ബി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ താഴത്തെ വശം, ആ വശം ഡയമീറ്ററായിട്ട് വ്യാസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുകയാണ്, വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിൻ്റുകൾ എവിടെയൊക്കെ ആയിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം നമുക്ക് പഠിക്കാം. ഒരു ചെറിയ കാര്യം പഠിച്ചാലോ? ഒരു ചെറിയ കാര്യം നോക്കാം, ചെറിയൊരു കാര്യം നോക്കണേ. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഉണ്ടാക്കുന്ന ആംഗിൾ, നമുക്ക് തന്നിരിക്കുന്ന കോണ് 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സ്ഥാനം, പൊസിഷൻ എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ ആയിരിക്കും. ഓൺ ദി സർക്കിൾ. 90 ഡിഗ്രി ആണെങ്കിൽ എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. വൃത്തത്തിൽ. ഇത് എഴുതിയെടുക്കണം കേട്ടോ. എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. ഇനി ലെസ് ദാൻ 90 ഡിഗ്രി, 90-ൽ കുറവ്, 90-ൽ കുറവ്, ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് വെച്ചാൽ 90 കുറവാണെങ്കിൽ എവിടെയായിരിക്കും? അതിൻ്റെ പൊസിഷൻ വൃത്തത്തിന് പുറത്തായിരിക്കും. വൃത്തത്തിന് പുറത്ത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ദി സർക്കിൾ. വൃത്തത്തിന് പുറത്ത് ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കൂടുതൽ, 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും കേട്ടോ. എങ്ങനെയായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ. ദി സർക്കിൾ അതായത് വൃത്തത്തിന് അകത്തായിരിക്കും. വൃത്തത്തിന് അകത്ത് ആയിരിക്കും. അപ്പം ഈ കണ്ടീഷൻ ഓർത്തിരിക്കുക. എന്താ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത്? 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന്
പുറത്തായിരിക്കും അതിൻ്റെ സ്ഥാനം. ദെൻ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് അകത്തായിരിക്കും. ഓക്കെ, ഈ 3 കാര്യം ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, വൃത്തത്തിൽ. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനകത്ത്. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എവിടേക്കും? വൃത്തത്തിന് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ AB എന്ന് പറയുന്ന ആ ത്രികോണത്തിൻ്റെ ബോട്ടം സൈഡ്, അടിവശം, താഴ്വശം ഡയമീറ്റർ ആയിട്ട്, വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ C എവിടെയായിരിക്കും, D എവിടെയായിരിക്കും, E എവിടെയായിരിക്കും? ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ നമ്മുടെ ഒരു സർക്കിൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ സർക്കിളിനെ അങ്ങ് പിടിച്ചുകൊണ്ട് വന്നാലോ? ഇതാ ഈ സർക്കിൾ ഞാനിങ്ങനെ കൊണ്ടുവരികയാണ്. ഈ സർക്കിൾ ഡയമീറ്റർ ആയിട്ട് കണ്ട ഇങ്ങനെ ഡയമീറ്റർ ആയിട്ട് ഞാനൊരു വൃത്തം വരച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം ഞാൻ എന്ത് ചെയ്തു? AB ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഞാൻ അവിടെ വരച്ചു, ഒരു വൃത്തം ഞാൻ അവിടെ വരച്ചു. അങ്ങനെയാണെങ്കിൽ വരയ്ക്കരുത് കേട്ടോ, വരയ്ക്കാണ്ട് തന്നെ കണ്ടുപിടിക്കാം നമുക്ക്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആംഗിൾ C എവിടെയായിരിക്കും? നിങ്ങൾക്ക് പറയാമോ? ആംഗിൾ C എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ. ആംഗിൾ C എത്രയാണ്? ആംഗിൾ C = 110 ഡിഗ്രി ആണ് അല്ലേ? 110 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ? 110 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം എവിടെയായി? നമ്മൾ ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന്. ബട്ട് ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സീൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിന് അകത്തായിരിക്കും. ഇനി ആംഗിൾ D എവിടെയായിരിക്കും? ആംഗിൾ D എത്ര ഡിഗ്രിയാണെന്ന് പറയാമോ? തന്നിട്ടില്ലല്ലോ, തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചതുരം ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? കണ്ടോ, ഇവിടെ ചെറിയ ചതുരമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ചെറിയ സ്ക്വയർ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 90 ഡിഗ്രി എന്നാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ മീനിങ് എന്താണ്? 90 ഡിഗ്രി എന്നാണ് അതിനർത്ഥം, 90 ഡിഗ്രി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ D എവിടെയായിരിക്കും? D = 90 ഡിഗ്രി ആണ് അല്ലേ? ദെർഫോർ അതുകൊണ്ട് D എവിടെയായിരിക്കും ഉണ്ടാവുക? D ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ? നമ്മൾ വരച്ചപ്പോഴും കണ്ടോ D എവിടെ നിൽക്കുന്നത്? ആ സർക്കിളെ തന്നെ ഇരിക്കുന്നത് അല്ലേ? ഓൺ ദ സർക്കിൾ, വൃത്തത്തിലായിരിക്കും. കാരണം എന്താണ്? 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. ആംഗിൾ E എത്രയാണ്? 70 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 70 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 70 ഡിഗ്രീൻ്റെ പ്രത്യേകത എന്താ? ലെസ് ദാൻ 90 ഡിഗ്രി, 70 ഡിഗ്രിയേക്കാൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെസ് ദാൻ 90 ഡിഗ്രി, വൃത്തത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ സർക്കിൾ. മനസ്സിലായോ? വൃത്തത്തിന് പുറത്തായിരിക്കും അതിൻ്റെ സ്ഥാനം. നോക്കിക്കേ, 70 ഡിഗ്രി എവിടെ കിടക്കുന്നത്? വൃത്തത്തിന് പുറത്ത്. വൃത്തമൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മനസ്സിലായില്ലേ? എവിടെയാണ്, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചെയ്താലോ? പരീക്ഷയ്ക്ക് ഇതോ അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളോ ആയിരിക്കും വരാൻ വേണ്ടി സാധ്യത കൂടെ ഉള്ളത് കേട്ടോ. അങ്ങനെയെങ്കിൽ അതും കൂടി നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നോക്ക്, ചിത്രത്തിൽ ചതുർഭുജത്തിൻ്റെ ഓരോ വികരണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികരണത്തിനല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കുക. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. എന്താ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. 3 വശമുള്ളതിന് എന്താ വിളിക്കുന്നത്? ത്രികോണം. 4 വശമുള്ളതിന് വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. അപ്പോൾ ഇതിൻ്റെ വികരണങ്ങൾ എന്താ? വികരണം എന്ന് പറഞ്ഞാൽ എതിർമൂലകൾ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വികരണം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ചോദ്യത്തിൽ തൽക്കാലം എന്ത് തന്നിട്ടില്ല? പേരൊന്നും തന്നിട്ടില്ല. നമുക്ക് പേര് കൊടുത്താലോ? ABCD പേര് കൊടുത്തു അല്ലേ? ഞാൻ പറഞ്ഞാലും ചിത്രം വരയ്ക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. ഇനി ഇതിൻ്റെ വികരണങ്ങൾ ഏതൊക്കെയാണ്? ഡയഗണൽസ് ഏതൊക്കെ? ഇതിൻ്റെ ഡയഗണൽസ് ഏതൊക്കെയാണ്? ഓപ്പോസിറ്റ് കോർണർ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ഡയഗണൽ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എങ്ങനെ വരയ്ക്കാം? AC
അല്ലേ? എ സി എന്താണ്? ഒരു ഡയഗണലാണ്. ഇനി ഡയഗണലുണ്ടോ? ഇതിന് വികരണമുണ്ടോ? യെസ്. ബി ഡി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഡയഗണൽ വികരണം കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ എ സിയോ അല്ലെങ്കിൽ ബി ഡിയോ ഡയമീറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 മൂലകളുണ്ടാകും അല്ലേ? മറ്റ് 2 മൂലകളുണ്ടാകും. അവ വൃത്തത്തിനകത്തോ പുറത്തോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു ചിത്രം ഇവിടെ വരയ്ക്കാം. നമ്മുടെ ഒരു സർക്കിൾ ഇവിടെ കിടപ്പുണ്ട്. ഇവനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ബി ഡി വ്യാസമായിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ബി ഡി വ്യാസമായിട്ട് ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. ബി ഡി വ്യാസമായിട്ടൊരു സർക്കിൾ വരച്ചു. ഇത് വരയ്ക്കുന്ന സമയത്ത് ഇനി കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന്. ബട്ട് പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് വരച്ച് നോക്കിയിട്ടല്ല നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്. കാരണം ഇത് കൃത്യ അളവെടുത്ത് നമുക്കൊന്ന് വരയ്ക്കാൻ പറ്റില്ല, അളവ് തന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ലിസൺ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, ചതുർഭുജം തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടില്ല? എ തന്നിട്ടില്ല. നമുക്ക് എന്ത് തന്നിട്ടില്ല? എ തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ എ എങ്ങനെ കണ്ടുപിടിക്കും? മറ്റ് 3 അളവുകളുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 105 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, 55 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുക. ഞാൻ കൂട്ടി തന്നെ എഴുതിയേക്കുന്നത് 105 + 110 + 55. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ചതുർഭുജത്തിൻ്റെ 4 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടുമെന്നറിയാവോ? എത്ര ഡിഗ്രി കിട്ടും? പറഞ്ഞോ, ഏതാ? അത് തന്നെ, 360 ഡിഗ്രി, 360 ഡിഗ്രി കിട്ടും. അപ്പോൾ 4 കോണും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടുക? 360 ഡിഗ്രി കിട്ടും. ഇവിടെ 3 കോണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ കോണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഏതിൽ നിന്ന് കുറച്ചാൽ മതി? 360 കുറച്ചാൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് തീർക്കാം. 360 - 105 + 110 + 55. അപ്പോൾ നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടും? 360 105, അപ്പം 215 270 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, 360 ഡിഗ്രി - 270 ഡിഗ്രി. 360ൽ നിന്ന് 270 കുറച്ചാൽ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ എഴുതി നോക്കിക്കോട്ടോ. 90 ഡിഗ്രി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ആംഗിൾ എ എത്ര ഡിഗ്രിയാണ്? നമുക്കിപ്പോൾ കിട്ടി. ആംഗിൾ എ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണെന്ന് കിട്ടി. ആംഗിൾ എ എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി നോക്ക്, നമ്മൾ ബി ഡി വ്യാസമായിട്ട് ഇഫ് BD as a diameter, BD വ്യാസമായാൽ BD വ്യാസമായി കഴിഞ്ഞാൽ എ എവിടെയായിരിക്കും? ആംഗിൾ എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ അല്ലേ? കാരണം ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. ആംഗിൾ സി എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് അല്ലേ? 55 ഡിഗ്രിയാണ്. 90-നേക്കാൾ കുറവാണ്. 90-നേക്കാൾ കുറവാണെങ്കിൽ എവിടെയായിരിക്കും അതിൻ്റെ സ്ഥാനം? ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്തായിരിക്കും. നോക്കിക്കേ, നമ്മൾ വൃത്തം വരച്ചപ്പോഴും അങ്ങനെ തന്നെയല്ലേ വന്നേ? നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിത് കൺസിഡർ ചെയ്യാനേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മളൊരു വൃത്തം വരച്ച് നോക്കിയപ്പോഴും നോക്കിയാൽ സി എവിടെയായി? ഔട്ട്സൈഡായി. എ എവിടെയായി? ഓൺ ദ സർക്കിളായി. ഇനി അടുത്ത കണ്ടീഷൻ, അടുത്ത കാര്യം ചോദിച്ചാൽ അടുത്ത വ്യാസമല്ല, അടുത്ത എന്താണ്? വികരണം. നമ്മളിപ്പം ബി ഡി ആണ് വികരണമായിട്ട് എടുത്തത്. ഇനി അടുത്ത വികരണം, അടുത്ത ഡയഗണൽ ഏതാ? എ സി. ഇഫ് എ സി ആസ് ഡയമീറ്റർ, എ സി വ്യാസമാണെങ്കിലോ നമുക്ക് ഈ സർക്കിളിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സർക്കിൾ മാത്രം പോരട്ടെ. നമുക്ക് ഇവൻ ഇങ്ങെടുത്തുകൊണ്ട് വരാം. ശരി, നിങ്ങളല്ലാതെ തന്നെ പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എ സി വ്യാസമായിട്ട് സർക്കിൾ വരച്ചാൽ ബിയും ഡിയും എവിടെയായിരിക്കും? പറയാമോ? ബി എവിടെയായിരിക്കും? ബി എത്രയാ? ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? കോൺ ബി എത്ര ഡിഗ്രിയാണ്? 105 ഡിഗ്രിയാണ്. അപ്പോൾ എവിടെയായിരിക്കും അത്? ഈ 105 എന്ന് പറയും 90-നേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. 90-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാ?
ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് അകത്തായിരിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബി എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി ഡിൻ്റെ കേസോ, ആംഗിൾ ഡി എത്രയാണെന്ന് നോക്കിയാൽ, ആംഗിൾ ഡി എത്രയാണ്? 110 ഡിഗ്രി, 110 ഡിഗ്രി, 110 ഡിഗ്രി. അപ്പോൾ ഡി 90-നേക്കാൾ കൂടുതലാണോ കുറവാണോ? 110 എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലാണ് അല്ലേ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും മക്കളെ? എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് അകത്തായിരിക്കും അല്ലേ? നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് നമ്മുടെ വലിയൊരു വൃത്തം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവനെ ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് AC ഡയമീറ്റർ ആയിട്ടൊന്ന് വരച്ച് നോക്കാം. AC ഡയമീറ്റർ ആയിട്ട് വരച്ചു. ലുക്ക് അറ്റ് ഹിയർ. നോക്കിയേ ഇപ്പം എങ്ങനെ ഇരിക്കണത്? ബി എവിടെയാ? ഇൻസൈഡ് ദ സർക്കിൾ. ഡി എവിടെയാണ്? ഇൻസൈഡ് ദ സർക്കിൾ. മനസ്സിലായോ? ഓക്കെ. പരീക്ഷയ്ക്ക് ചിത്രമൊന്നും വരയ്ക്കേണ്ട, ചിത്രമല്ല ഈ സർക്കിളൊന്നും വരയ്ക്കേണ്ട, അല്ലാതെ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഈ 42-ാമത്തെ പേജിൽ വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഇത് നല്ല മിടുക്കന്മാരും മിടുക്കിയിലായിട്ട് നല്ല ഉഷാറായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.